അച്ചാച്ച രാവിലെ തന്നെ ഡ്യൂട്ടിക്ക് പോകാനുള്ള പരിപാടിയാണ്. അപ്പം തക്കുടും കരഞ്ഞു കഴിഞ്ഞൊക്കെ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇന്നത്തെ വിഷയം രാവിലെ എഴുന്നേറ്റ് വന്ന വഴി അടുത്ത വീട്ടിലെ കൊച്ചിൻ്റെ കൂടെ കളിക്കാൻ വിടാത്തതാട്ടോ. രാവിലെ എഴുന്നേറ്റ് തല പോലും ചെയ്യാണ്ടായിട്ട് ഏതിൻ്റെ അടുത്ത് പോകണം. മറ്റേ കാല് കാണിക്കും. നീ തന്നെയല്ലേ നഖം വെട്ടാൻ പറഞ്ഞ എടുത്തോണ്ട് വന്നു രാവിലെ. ഇപ്പൊ വെട്ടണം, എല്ലാ കാലിലും വെട്ടണം. അപ്പോൾ ഒരു നേക്ക് കരച്ചിലും ബഹളവും ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും തക്കുടിന് ഏകദേശം മനസ്സിലായി ഞാൻ രാവിലത്തെ കാപ്പികുടിയും പരിപാടിയൊന്നും കഴിയാണ്ട് അവളെ കളിക്കാൻ വിടൂലാന്ന്. അപ്പോൾ ആ ഒരു ശ്രമം പുള്ളിക്കാരി അങ്ങ് ഉപേക്ഷിച്ചിട്ട് എന്നാൽ ഞാൻ നിൻ്റെ കൂടെ സൈക്കിൾ ചവിട്ടി കളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങി. അപ്പോൾ ഇവർക്ക് നേരത്തെ ഈ സൈക്കിൾ ഇതുപോലെ നന്നായിട്ട് ചവിട്ടാൻ അറിയത്തില്ലായിരുന്നു കേട്ടോ. അത്തെ കയറി ഇരുന്നിട്ട് നടന്നു പോകുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ അങ്കമാടി പോയി ആ വലിയ സൈക്കിളൊക്കെ ഓടിച്ച് പഠിച്ച് ഇപ്പോൾ അത്യാവശ്യം ഇതും ചവിട്ടുന്നുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് നേരം വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതുപോലെ 2 ആമ്പൽപ്പൂക്കളൊക്കെ അവിടെ വിരിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് അത് കാണാൻ ഇന്നും നല്ല രസമുണ്ടായിരുന്നു. കാരണം ഒരു വയലറ്റും ഒരു വെള്ളയും കൂടെ ആട്ടോ വിരിഞ്ഞേക്കുന്നത്. അപ്പോൾ തക്കുട് വന്ന് അത് മണത്തൊക്കെ നോക്കി ഭയങ്കര സന്തോഷമായിട്ട് നിന്നിട്ട് പിന്നെ സൈക്കിളിൽ കയറാൻ വേണ്ടി പോയി ഉരുണ്ടടിച്ച് വീണിട്ട് വന്നിട്ടുണ്ട്. എന്നാ പറ്റിയേ? സാരമില്ല അടി, സാരമില്ല പോട്ടെ, ഒന്നും പറ്റിയില്ലല്ലോ. സാരമില്ല, കൊണ്ടുവയ്ക്കും കുറച്ച് നേരം സൈക്കിള്. പറ്റി വീണിട്ടെ ഇതാണ് ചോര. ചാടുമില്ലോ ചാടുമില്ല. ഇനി എടുക്കണ്ട, നമുക്ക് ഇത് കൂട്ട എന്തെല്ലാം പണിയുണ്ട്. ഇതുണ്ടോ മീമി? ഇത് നോക്കടാ, പല കളറുള്ള ഒരു മീമി. പിടിക്കണ്ട, പിടിച്ച ചത്തു പോകുന്നു. പെണ്ണിന്റെ ഉടുപ്പേൽ തന്നെ ഇരിക്കുന്നത്. നമുക്ക് കയറി പോവാ. നല്ല പേരും മഴയാണ്. മഴ പെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇവിടെ ഒരാൾ മുറ്റത്തോട്ട് ഇറക്കി വിടൂലെന്നറിയാം. അതുകൊണ്ട് എൻ്റെ സൈഡിലൊക്കെ വന്ന് നിന്ന് കയ്യിൽ ഒരു തുള്ളി ചാടിയാലോ എന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കണം നിപ്പാട്ടോ ഇത്. അപ്പം ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇവിടുത്തെ ഇന്നത്തെ മഴയും കാര്യങ്ങളും ഒക്കെ. വീണ് നമ്മുടെ ഇങ്ങോട്ടേക്ക് ഒരാഴ്ചയൊക്കെ കൂടിയിട്ടാട്ടോ ഇത്രയും നല്ലൊരു മഴ പെയ്യുന്നേ. അപ്പോൾ ഇന്ന് രാവിലെയും കൂടെ ഞാനും ചേട്ടയും കൂടെ പറഞ്ഞേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് മഴക്കാലമാണോ വേനൽക്കാലമാണോ എന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ എന്നേ. കാരണം വല്ലപ്പോഴും ഇടയ്ക്ക് എപ്പോഴേലും ഒരു മഴ പെയ്യും, ചെറുതായിട്ടൊന്ന് പെയ്തങ്ങ് പോകും എന്നല്ലാണ്ട് ഇത്രയും നന്നായിട്ട് മഴ കിട്ടിയിട്ട് അത്യാവശ്യം കുറേ ദിവസങ്ങളായിരുന്നു. ഞാനും തക്കുടും കുറേ നേരം മഴയൊക്കെ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് തക്കുട് വൈബൊക്കെ പിടിച്ചൊരു പാട്ടൊക്കെ പാടി തന്നിട്ട് എനിക്ക്